തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾക്ക് പരീക്ഷാകാലാവാറായില്ലേ, അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കണം. ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. രാത്രി, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഞാൻ തന്നെയാണ് നിൽക്കുന്നത്, അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. സോളാർ വയ്ക്കുക, എല്ലായിടത്തും സോളാർ വയ്ക്കുക, സോളാർ ലഭ്യതയുള്ളവർ സോളാർ വയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അത്രയല്ലേ പറ്റുള്ളൂ. അത് തന്നെ പൊരുത്തപ്പെട്ടു പോവുക. കൊറോണ വന്നപ്പോൾ പൊരുത്തപ്പെട്ടില്ലേ, അതുവഴി പൊരുത്തപ്പെട്ടു പോവുക. സഹിച്ചേക്കുള്ളൂ, പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പറയുമല്ലോ ഓടുന്ന വണ്ടിയുടെ പുറകെ ഓടിക്കയറിക്കൊള്ളൂ, അങ്ങനെ ഓടിക്കയറുന്നുണ്ട്. നമസ്കാരം. സംസ്ഥാനത്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ പവർ കട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പവർ കട്ടിൽ ജനങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് തന്നെ ചോദിക്കാം, ഈ പവർ കട്ട് കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണോ നിത്യജീവിതത്തെ എന്ന്. പവർ കട്ട് കറണ്ടില്ലെങ്കിൽ പവർ കട്ട് പിന്നെ കറണ്ടിന് ലഭ്യത കുറവാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റേതായ രീതിയിലായിട്ട് പോട്ടെ. മഴ കുറവാണല്ലോ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അരമണിക്കൂറേ കണ്ടല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് കട്ടാവുണ്ട്. അത് നമുക്കിപ്പോൾ വെള്ളം ലഭ്യത കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ, അതിപ്പോൾ അതുകൊണ്ടാണല്ലോ കിട്ടാത്തത്. ഇനിയിപ്പോൾ അത് റെഡിയാകുമ്പോൾ റെഡിയാവുമല്ലോ, അത്രയല്ലേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. സോളാർ വയ്ക്കുക, എല്ലായിടത്തും സോളാർ വയ്ക്കുക, സോളാർ ലഭ്യതയുള്ളവർ സോളാർ വയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അത്രയല്ലേ പറ്റുള്ളൂ. അത് തന്നെ പൊരുത്തപ്പെട്ടു പോവുക. കൊറോണ വന്നപ്പോൾ പൊരുത്തപ്പെട്ടില്ലേ, അതുവഴി പൊരുത്തപ്പെട്ടു പോവുക. ശ്രീനി. ഒരു ബുദ്ധിമുട്ടാണ്, രാത്രിയാണ് ബുദ്ധിമുട്ട്. ഉറങ്ങാൻ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വേണ്ട എന്നാണോ, അല്ലെങ്കിൽ ഇടയ്ക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നിരന്തരമാണ് ഒത്തിരി കഷ്ടം. ഓക്കെ, എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ചിലർ പറയുന്നു ഈ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് പോകണമെന്ന്. ഈ പവർ കട്ട്, ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് വരുന്നത് ബുദ്ധിമുട്ടാണോ? ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. രാത്രി, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഞാൻ തന്നെയാണ് നിൽക്കുന്നത്, അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം ലൈറ്റൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ടൈം എനിക്കറിയില്ല മെസ്സേജ് വരുന്നുണ്ടോയെന്ന്, ടൈമൊന്നും പ്രഡിക്റ്റബിൾ അല്ലല്ലോ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇടയ്ക്ക് പോകുന്നു. ചില സമയം 2 ടൈമൊക്കെ പോകാറുണ്ട്. എന്തായാലും യുവാക്കൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീതിയിലാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ പറഞ്ഞതാണ്, അതായത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നീങ്ങേണ്ടേ എന്നുള്ള കാര്യമാണ് ചിലർ പറയുന്നത്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾക്ക് പരീക്ഷാകാലാവാറായില്ലേ, അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കണം. മഴയില്ല. അതെ, 2-3 തവണ കറണ്ട് പോകുന്നുണ്ട്. അപ്പം കറണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ചേക്കുള്ളൂ, പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പറയുമല്ലോ ഓടുന്ന വണ്ടിയുടെ പുറകെ ഓടിക്കയറിക്കൊള്ളൂ, അങ്ങനെ ഓടിക്കയറും. നമ്മൾ പ്രതീക്ഷിച്ചില്ലേ, 10 കൊല്ലം അവർ മറ്റവർ ചോദിച്ചപ്പോൾ പവർ കട്ടില്ലായിരുന്നല്ലേ പ്രഖ്യാപിത പവർ കട്ടായിരുന്നു വന്നു എന്നാണ് അവർ അപ്രഖ്യാപിതമൊക്കെ നടത്തിയിട്ടുണ്ടാവും, അത് നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് അറിയുന്നുണ്ട്, മുഖ്യമന്ത്രി അനുഭവിച്ച്. അതുകൊണ്ട് നമുക്ക് എന്നല്ലേ പറയാക്കുള്ളൂ. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പത്തിലാവും, അതാണ് എൻ്റെ കാര്യം. എന്തായാലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. നിലവിൽ രാത്രി 7 മണിക്ക് ശേഷം 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ 15 അല്ല അരമണിക്കൂറിലധികം തന്നെ പവർ കട്ട് ഉണ്ടായ സാഹചര്യം ഉണ്ടായി എന്നാണ് പൊതുജനം പറയുന്നത്. അതേസമയം ഇത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മഴ ലഭിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലും നിയന്ത്രണം തുടരേണ്ടി വരും എന്ന് KSEBയും വ്യക്തമാക്കുകയാണ്. നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണ് എന്നാണ് മന്ത്രി സണ്ണി ജോസഫും ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് അറിയിച്ചത്. കനത്ത ചൂടിൽ ഉപഭോഗം വർദ്ധിച്ച സാഹചര്യം, മഴയുടെ കുറവ് മൂലം കുറഞ്ഞ ആഭ്യന്തര ഉൽപ്പാദനം, കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ട സാഹചര്യം എന്നിവയാണ് കാരണം. വൈദ്യുതി വിപണിയിലെ വിലക്കയറ്റവും വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി നൽകേണ്ടി വന്നതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഉൽപ്പാദനം കുറവും വൈദ്യുതി ഉപഭോഗം കൂടുകയും ചെയ്തിരിക്കുകയാണ്. മഴയില്ലാത്തതും തിരിച്ചടിയായി.
എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴ കുറവായി അന്തരീക്ഷ താപനില ഉയർന്നതോടെ പകൽ ഉപഭോഗവും കൂടി. ഇതോടെയാണ് പീക്ക് ടൈമിൽ നിയന്ത്രണം വേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് KSEBയുടെ വാദം. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.